ഇല്ലാതെയുള്ള യാതൊരുവിധ ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. ആയതിനാൽ തന്നെ ട്രംപിന്റെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇനി തങ്ങളുടെ മേൽ ഏശില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ഇറാൻ നൽകിയത്. എന്നാൽ ഇതിന് വിപരീതമായി തന്നെ ഇറാനെ പൂട്ടാൻ ട്രംപ് ആകട്ടെ ചില പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ നാളെ ട്രംപ് ഔദ്യോഗികമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. തങ്ങളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അതില്ലാതാക്കുമെന്ന ഭീതി ഇപ്പോഴും ഇറാന്റെ ഉള്ളിൽ ഉണ്ട് എന്നതിനാൽ തന്നെ ഇത്തരത്തിൽ ട്രംപിന്റെ ഓരോ നീക്കങ്ങളും അവർ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്. തങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന ഭീഷണി ഇറാനിൽ നിന്നും നീക്കം ചെയ്തതായി തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. സന്ദേശങ്ങൾ ലഭിച്ചെന്നും കരാറില്ലാതെ തന്നെ വെടിനിർത്തലിന് കഴിയില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഗാഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരയാക്രമണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതേപോലെ തന്നെ ഗൾഫിനു മേൽ ആക്രമണം തുടരുകയാണ് ചെയ്യുന്നത്. UAE ഫുജേറയിലാണ് ഇറാന്റെ ആക്രമണത്തിൽ ബംഗ്ലാദേശ് പൗരൻ മരിച്ചതും. അൽ റിഫ മേഖലയിൽ അവിടെ ഒരു ഫാമിലിയാണ് ഡ്രോൺ അവശിഷ്ടം വീണതിനെ തുടർന്നുകൊണ്ട് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കുവൈറ്റ് എയർപോർട്ട് ആക്രമിക്കപ്പെട്ടതും ഇതേ ഒരു 5ാം തവണയാണ് എന്നതും മറ്റൊരു വസ്തുതയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഇതാകട്ടെ ലോകം മുഴുവനായി തന്നെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇറാൻ വിഷയമാണ് സംസാരിക്കുക എന്നതായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ്താവനയിലൂടെ പ്രഖ്യാപനം നടത്തിയത്. അതേപോലെ തന്നെ സമാധാന ശ്രമങ്ങളുടെ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും കരാറില്ലാതെയുള്ള വെടിനിർത്തലിന് ഒരുക്കമല്ല എന്നും ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഗൂഗിൾ ഉൾപ്പെടെ ടെക് ഭീമന്മാർക്ക് നേരെയാണ് ഇറാന്റെ പുതിയ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. UAE ഇറാന്റെ ആക്രമണത്തിൽ ബംഗ്ലാദേശ് പൗരൻ മരിക്കുകയും നേരിട്ടല്ലെങ്കിൽ പോലും സ്വാധീനമുള്ള രാഷ്ട്രങ്ങളിൽ മുഴുവൻ ഇടപെട്ടുകൊണ്ട് റിലേ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പാക്, സൗദി, തുർക്കി, ഈജിപ്ത് രാഷ്ട്രങ്ങളിൽ നടത്തിയ ചർച്ചകളുടെ ആ ഒരു വിശദാംശങ്ങൾ ചൈനയെ അറിയിക്കുകയാണ്. ചൈന കൂടി പങ്കെടുത്ത ഇന്ന് GCCയുമായി തന്നെ ഓൺലൈൻ ചർച്ച നടക്കും. നാളെ ഇന്ത്യൻ സമയം രാവിലെ 6:30 ട്രംപ് ആകട്ടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ ചർച്ചയിൽ ഇറാൻ തന്നെയാണ് വിഷയമാകുന്നത്. വിഷയം പ്രഖ്യാപിച്ച നടപടികൾ നിർത്തുമോ അതോ കരയാക്രമണ പ്രഖ്യാപനമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷഭരിതരായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ ഭരണകൂടം അയഞ്ഞാൽ പോലും ഒരു ധാരണയിലേക്ക് ഉണ്ടാകുമോ എന്ന സാധ്യത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. പ്രവർത്തനം പുനരാരംഭിക്കാൻ സമ്മതിക്കാത്ത വിധം തുടരെ തന്നെ ആക്രമിക്കപ്പെട്ടത് ഇന്ധന ഡിപ്പോ ആണെന്നും ഖത്തറിലെ റാസ് ലഫെ 17 നോട്ടിക്കൽ മൈൽ അകലെ ഖത്തർ എനർജിയുടെ കപ്പലിന് നേരെ 2 പ്രൊജക്ടൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. ഒരെണ്ണം കപ്പലിന്റെ വലിയ രീതിയിൽ കപ്പലിനെ ആക്രമിക്കപ്പെടുകയും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും വസ്തുത ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഹ്റൈനിൽ സ്വകാര്യ കമ്പനിക്ക് നേരെ ആക്രമണവും തീപിടുത്തവും ഉണ്ടായി. വരും ദിവസങ്ങളിൽ ലക്ഷ്യം മറ്റ് ടെക് ഭീമന്മാരെ, അതായത് മെറ്റ, ഗൂഗിൾ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാരെ ആയിരിക്കും ഇറാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നതെന്ന മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.